ശാന്തിഭവൻ ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻ്റർ MG യൂണിവേഴ്സിറ്റിയുടെ ചില കോഴ്സുകൾ സെപ്റ്റംബർ 1 ആരംഭിക്കുന്നു. സേവന തൽപരതയും ചെറിയ വരുമാനവും ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ചേരാവുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻ കുന്നുമ്മലും PT ബാബുരാജും ഒക്കെ അറിയാവുന്നതുപോലെ ഒരു മെഡിക്കൽ ഹോൾസെയിൽ സെൻ്ററിൽ നിന്ന് മരുന്ന് മേടിക്കുമ്പോൾ ലഭ്യമാകുന്ന എല്ലാ കിഴിവുകളും കൂട്ടി 12:42 അവസാനത്തെ രോഗിയെയും കാണാനുള്ള തിരക്കിനിടയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വാട്സപ്പിലെ കിളിയുടെ ശബ്ദത്തിൽ ഒരു സന്ദേശം വന്നു. ഒരു കിളി ചിലച്ചു. എന്തായിരിക്കും ആ സന്ദേശം എന്ന് നോക്കാൻ വേണ്ടി വാട്സപ്പിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ ഭീകരമായ ദുരന്തത്തിൽ മുല കുടിക്കാൻ അവസരമില്ലാതെ ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ നിറമാറുകളുമായി കാത്തിരിക്കുന്ന അമ്മമാർ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു. നാടിന്റെ അഭിമാനത്തെ ഇത്രയും വലിയ രീതിയിൽ ഉയർത്തി പിടിച്ചതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മോഹനൻ കുന്നുമ്മൽ എല്ലാവരെയും പേരിലുള്ള വേദിയിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സർവ്വസ്ഥല ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാൻ ഡൊമിസിലറി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്നിവയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 6 മാസം ദൈർഘ്യമുള്ള ജനറൽ ഹെൽത്ത് കെയർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആദ്യ ബാച്ചിന്റെ ക്ലാസുകൾ സെപ്റ്റംബർ 1 ആരംഭിക്കുന്നു. എല്ലാ മാസവും 1-ാം തീയതി പുതിയ ബാച്ചുകൾ ആരംഭിക്കും. ആദ്യ 3 മാസം ഓൺലൈൻ തിയറി ക്ലാസുകളും തുടർന്നുള്ള 3 മാസം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നൽകുന്ന ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും. കോഴ്സിന്റെ യൂണിവേഴ്സിറ്റി ഫീസ് വെറും 5000 രൂപ മാത്രം. 2 വർഷത്തെ ദൈർഘ്യമുള്ള ഡൊമിസിലറി ഹെൽത്ത് കെയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്കും പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ബാച്ചിന്റെ ക്ലാസുകൾ സെപ്റ്റംബർ 1 തുടങ്ങുന്നു. 2 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് യൂണിവേഴ്സിറ്റി ഫീസ് 10000 രൂപ മാത്രം. ആദ്യ 3 മാസം ഓൺലൈൻ തിയറി ക്ലാസും തുടർന്ന് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നൽകുന്ന ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു അവസരമാണ്. മികച്ച വരുമാനത്തോടൊപ്പം സാമൂഹിക സേവനത്തിൽ പങ്കുചേരുവാനുള്ള മഹത്തായ അവസരം. ഇനി നിങ്ങളുടെ ഭാവി ഭദ്രമായിരിക്കും ശാന്തിഭവനിലൂടെ. Thank you so much. And of course, ഇന്നത്തെ ഒരു ബിഗ് ഡേ MG യൂണിവേഴ്സിറ്റി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ ലോഞ്ചിങ് സെറമണിക്കായിട്ട് ബഹുമാനനായ ഡോക്ടർ PD ബാബുരാജ് സാറിനെ ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോട് കൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഓഫ് ICUD MG യൂണിവേഴ്സിറ്റി ആൻഡ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ കൂടിയാണ് അദ്ദേഹം. നല്ലൊരു കയ്യടിയോട് കൂടെ തന്നെ ഡോക്ടർ PT ബാബുരാജ് സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യായ മന്ത്രി ശ്രീ K. രാജൻ, തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ഉത്തരം കൊടുക്കും, മറുപടി കിട്ടും. ഒരു അധികാരത്തിലിരിക്കുമ്പോഴും അത് വയല് വെച്ച് നീട്ടിവെച്ച് കമ്മീഷണറുടെ അധികാരവും പവറും അതിന് മുതലേ കാണിക്കുന്നതിനല്ല താല്പര്യം. എത്രയും പെട്ടെന്ന് വിളിക്കുന്നവരുടെ ആശ്വാസമായി തീരാൻ പറ്റുമെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റം അങ്ങനെയായി തീരട്ടെ. ഈ അച്ഛൻ ഇന്നലെ ഇപ്പോൾ മന്ത്രി പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഞാൻ കണ്ടു ദിവസം ഇന്നലെ വൈകുന്നേരം ന്യൂസ് കാണുമ്പോഴും ഈ ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ നിൽപ്പുണ്ട്. വയനാട്ടിലെ ആ ചൂരൽ മല നിൽപ്പുണ്ട്. എത്ര ശ്ലാഘനീയമാണ് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് അവിടെ നിൽക്കുക. റവന്യൂ മന്ത്രി നിലയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ക്രോഡീകരിക്കുന്നത്. അവിടെ 42ഓളം പേര് അംഗവൈകല്യം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ ഭിന്നശേഷി കമ്മീഷണറുടെ ഓഫീസും ടീമും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എവിടെല്ലാം പറ്റുമോ അവിടെയൊക്കെ ചെയ്യുന്ന അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായ മേഖലയായിട്ടാണ്. നാടിന്റെ അഭിമാനത്തെ ഇത്രയും വലിയ രീതിയിൽ ഉയർത്തി പിടിച്ചതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ചുരന്മലയെ തിരിച്ചു പിടിക്കാൻ നൽകും എന്ന് പ്രഖ്യാപിച്ചവർ വരെ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി, സർക്കാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഭരണപക്ഷത്തുള്ള 99 പേരുടെ